വെൽക്കം ടു ലേണിനോ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വെക്റ്റർ കാൽക്കുലസിൽ നമ്മൾ ഡൈവേർജൻസ് ആൻഡ് കർൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി അത് റിലേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫോർമുലയും ആൻഡ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഡൈവേർജൻസ്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഡൈവേർജൻസ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ, ദെൻ ഡെൽ ഈ ഓപ്പറേറ്റർ ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. ഡെൽ എന്താന്ന് പറയുന്നത് അത് ഓപ്പറേറ്റർ ആണ്. ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡൈവ് എഫ്. നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് ഡി ഐ വി, അതായത് ഡൈവേർജൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡൈവ് എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ്. ഇനി ഈ കിട്ടുന്ന വാല്യൂ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അത് ശ്രദ്ധിക്കുക. സ്കേലാർ എന്ന് പറയുമ്പോൾ എന്താ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഡസന്റ് ഹാവ് എനി ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഡൈവേർജൻസ് ഓഫ് എ ഫംഗ്ഷൻ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫ് ഡൈവ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ്. ഓക്കെ, ജസ്റ്റ് ഒരു വാല്യൂ സ്കേലാർ ക്വാണ്ടിറ്റി ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? ഡെൽ എന്താ, ഓപ്പറേറ്റർ എന്താ, ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് അല്ലെ. ഇനി ഡോട്ട് എഫ് എന്ന് പറയുന്ന വെക്റ്റർ ഫംഗ്ഷൻ എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഐ ഡോട്ട് ഐ ടേംസ് മാത്രം വരും. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ്, ഡോ എഫ് ബൈ ഡോ എക്സ്, അഗൈൻ ഡോ ജി ബൈ ഡോ വൈ ആൻഡ് ഡോ എച്ച് ബൈ ഡോ സെഡ്. അതിന്റെ എല്ലാത്തിന്റെയും കൂടി സം. ഓക്കെ, നെക്സ്റ്റ് വൺ കേൾ. കേൾ എഫ് എന്ന് പറയുന്നത് ഡോ എച്ച് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ സെഡ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് മൈനസ് ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ കെ. അതായത് ശരിക്കും കേൾ എഫ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണ്. നമുക്ക് ഐ ജെ കെ ടേംസിലാണ് കിട്ടുക, അതിന്റെ കോർഡിനേറ്റ്സ് ടേംസിലാണ് കിട്ടുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡിറ്റർമിനന്റ് ഫോം. ഓക്കെ, നമ്മൾ ഡിറ്റർമിനന്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും ഇവിടെ. അപ്പൊ കേൾ എഫ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക ഐ ജെ കെ. ഇനി അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാ? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്, അതായത് ഡെൽ. ആൻഡ് സെക്കൻഡ് റോയിലെ കമ്പോണൻസ് എന്തൊക്കെയാ? എഫിന്റെ കമ്പോണൻസ് എഫ് ജി എച്ച്. ക്ലിയർ ആയാലും ഡെൽ ക്രോസ് എഫ്. അപ്പൊ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫ് ആണ്, ഡൈവർ. ആൻഡ് കേൾ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ഡെൽ ഡോട്ട് എഫ് ആൻഡ് ഡെൽ ക്രോസ് എഫ് വേർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് 2i ക്യൂബ് സെഡ് ജെ പ്ലസ് 3z കെ. സിമ്പിൾ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ എഫ് തന്നിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയബിൾസ് എക്സ് വൈ ആൻഡ് സെഡ്. ഓക്കെ, ആൻഡ് ഐ ജെ കെ കോർഡിനേറ്റ്സിൽ അതായത് സ്മോൾ എഫ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ, ജി എന്ന് പറയുന്നത് 2i ക്യൂബ് സെഡ് ആൻഡ് ഫൈനലി എച്ച് എന്ന് പറയുന്നത് 3z അങ്ങനെ തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് ഡൈവ് എഫ് കണ്ടുപിടിക്കണം. ആൻഡ് ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് കേൾ എഫ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ ഡൈവ് എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ്. അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ജസ്റ്റ് ഒരു വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ എഫ് എന്താണ്? ഫസ്റ്റ് എഫ് എന്നുണ്ട് ഫസ്റ്റ് ടേം അല്ലെ. ഐയുടെ കോഎഫിഷ്യന്റ് എന്താ? അതായത് ഐയുടെ കമ്പോണന്റ് കോർഡിനേറ്റ് എന്താ? എക്സ് സ്ക്വയർ വൈ. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം, അതായത് 2i ക്യൂബ് സെഡ്, ജെഡിന്റെ ജെയുടെ കോർഡിനേറ്റ്. നെക്സ്റ്റ് വൺ ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച്, എച്ച് എന്ന് പറയുന്നത് കെയുടെ കോർഡിനേറ്റ്, അതായത് 3z. അപ്പൊ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ എന്താ? y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ y പുറത്തേക്ക് എടുത്തു, പിന്നെ 2x, അപ്പൊ 2xy കിട്ടി. അഗൈൻ സെക്കൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് 2y ക്യൂബ് സെഡ് എന്താ? 2z കോൺസ്റ്റന്റ് ആണ്. y ക്യൂബിന്റെ എന്താ? 3y സ്ക്വയർ. അപ്പൊ 2 ഓൾറെഡി ഉണ്ട്, 2 into 3 എന്ന് പറയുമ്പോൾ 6y സ്ക്വയർ z കിട്ടും. സെക്കൻഡ് ടേം കിട്ടി. ആൻഡ് ലാസ്റ്റ് വൺ 3z ന്റെ എന്താ വരിക? 3 ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, z ന്റെ 1 ആണ് ഡെറിവേറ്റീവ്, സോ 3 എന്ന് വരും. ക്ലിയർ ആയാലും. നെക്സ്റ്റ് വൺ കേൾ എഫ്. ഈ കേൾ എഫിൽ ഐ ജെ കെ നമ്മൾ ആ ഡിറ്റർമിനന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഫസ്റ്റ് ഡെൽ ആൻഡ് സെക്കൻഡ് വൺ എഫ് ജി എച്ച് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ, 2i ക്യൂബ് സെഡ് ആൻഡ് 3z. ഇനി സാധാരണ നമ്മൾ ഡിറ്റർമിനന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഐയുടെ ടേം എടുക്കുക. ഫസ്റ്റ് ഐ എടുക്കുമ്പോൾ ഐയുടെ റോ ആൻഡ് കോളം ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയെല്ലാം ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് ഡിഫറൻസ് കാണാം അല്ലെ. അപ്പൊ ഐ ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ വരിക? ഫസ്റ്റ് എന്താ? ഡോ ബൈ ഡോ വൈ ഓഫ് 3z മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 2i ക്യൂബ് സെഡ്. ശ്രദ്ധിക്കുക, അപ്പൊ ഡോ ബൈ ഡോ വൈ ഓഫ് 3z എന്താ ഉണ്ടോ? അതായത് വിത്ത് റെസ്പെക്ട് ടു y 3z നമുക്ക് ഡെറിവേറ്റീവ് കാണാം, അത് പറ്റില്ല, കോൺസ്റ്റന്റ് ആണ്, 0 ആണ്. ഓക്കെ, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 2y ക്യൂബ് സെഡ്, അതെന്താ? 2y ക്യൂബ് ആണ്. ഓക്കെ, ആൻഡ് മൈനസ് ജെ ഇൻറ്റു
അതായത് സെക്കൻഡ് എടുക്കുമ്പോൾ നമ്മൾ മൈനസ് ആണ് എടുക്കുക. മൈനസ് ജെ ഇൻറ്റു ബ്രാക്കറ്റിൽ ഇഗെയിൻ ജെയുടെ റോ ആൻഡ് കോളം ഇഗ്നോർ ചെയ്യുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് 3z അതെന്താ 0. മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ വൺ അതിലും സെഡ് ടേം ഇല്ല അപ്പൊ 0. ഓക്കെ, ഇപ്പൊ ജെയുടെ ടേം കിട്ടില്ല. അഗെയിൻ ലാസ്റ്റ് വൺ കെയുടെ ക്രോസ് ആൻഡ് കോളം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y ക്യൂബ് സെഡ് എന്താ പറയുക 2y. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് സോറി ഡോ ബൈ ഡോ എക്സ് ഓഫ് 2y ക്യൂബ് സെഡ് ആണ് വരിക. അവിടെ ഇപ്പൊ എക്സ് ഉണ്ടാവും ഇല്ല അപ്പൊ 0. ആൻഡ് ലാസ്റ്റ് വൺ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്താ വരിക എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ടേംസ് എന്താ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. 0 ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഐ ഇൻറ്റു എന്താ വരിക മൈനസ് 2y ക്യൂബ് ഇൻറ്റു ഐ മൈനസ് ജെയുടെ കമ്പോണന്റ് ഒന്നും ഇല്ല 0 ആണ്. ആൻഡ് കെയുടെ കമ്പോണന്റ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ കെ. Next one, find div f and curl f, where f equal to e raised to xy into I minus 2 cos yj plus sin square z k. Okay. അപ്പൊ ഇവിടെ ഡൈവ് എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ് ആണ്. കറസ്പോണ്ടിങ് ടേംസ് അതായത് എഫിന്റെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം. എന്താ വരിക ഇ റേസ് ടു എക്സ് വൈയുടെ വിത്ത് റെസ്പെക്ട് എക്സ് എന്താ ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു വൈ. അപ്പൊ വൈ ഇ റേസ് ടു എക്സ് വൈ കിട്ടി. നെക്സ്റ്റ് വൺ മൈനസ് 2 കോസ് വൈ ആണ്. അപ്പൊ കോസ് വൈയുടെ നമുക്ക് ഇതേപോലെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. കോസ് തീറ്റയുടെ എന്താണ് മൈനസ് സൈൻ തീറ്റ. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. മൈനസ് മൈനസ് എന്താവും പ്ലസ് ആവും. പ്ലസ് 2 സൈൻ വൈ. ഓക്കെ, നെക്സ്റ്റ് വൺ സൈൻ സ്ക്വയർ സെഡ്. സൈൻ സ്ക്വയർ സെഡിന്റെ എന്താ സൈൻ സ്ക്വയർ തീറ്റയുടെ എന്താ 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെ. അപ്പോ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ സ്ക്വയറിന്റെ എന്ന് പറയുന്നത് 2 സൈൻ ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ. സൈൻ റേസ് ടു 2ന്റെ എന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു സൈൻ റേസ് ടു 1 അല്ലെ. അതായത് 2 സൈൻ തീറ്റ 2 സൈൻ സെഡ് ആണ് ഇവിടെ വേരിയബിൾ. ആൻഡ് ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി എന്താ ഒരു വാല്യൂ ആണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. y e raised to x y plus 2 sin y plus 2 sin z cos z. ആൻഡ് ലാസ്റ്റ് വൺ കേൾ എഫ്. കേൾ എഫ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് കറസ്പോണ്ടിങ് എഫ് ജി എച്ച് ടേംസ് എഴുതുക. എന്നിട്ട് അഗെയിൻ ഇതേപോലെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. കൺസേൺ ടേംസ് കറക്റ്റ് ആയിട്ട് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഐ ഇൻറ്റു 0 മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു 0 മൈനസ് 0 പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് എക്സ് ഇ റേസ് ടു എക്സ് വൈ. അപ്പൊ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഐ ആൻഡ് ജെ കമ്പോണൻസ് 0 ആണ്. കെയുടെ കമ്പോണന്റ് മാത്രം കിട്ടും. അത് മൈനസ് എക്സ് ഇ റേസ് ടു എക്സ് വൈ. ഓക്കെ, ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് വൺ ഫൈൻഡ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ്. അതായത് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് ഡെൽ ക്രോസ് എഫ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡെൽ ഓപ്പറേറ്റർ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. വേർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇക്വൽ ടു സൈൻ എക്സ് ഐ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഇവിടെ ഫസ്റ്റ് ഡെൽ ക്രോസ് എഫ് കേൾ എഫ് കണ്ടുപിടിക്കണം. അപ്പോൾ അഗെയിൻ ഐ ജെ കെ ഡെല്ലിന്റെ റോ എഴുതി അഗെയിൻ എഫ് ജി എച്ച് റോ കംപ്ലീറ്റ് ചെയ്യുക. ഐ ജെ കെ കമ്പോണൻസ് കറക്റ്റ് ആയിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഐ ഇൻറ്റു ഡോ ബൈ ഓഫ് സെഡ് 0 ആണ്. മൈനസ് ഡോ ബൈ സെഡ് ഓഫ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ അതും 0. അപ്പൊ അഗെയിൻ ഐയുടെ ടേംസ് എല്ലാം 0 ആയി. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സൈൻ എക്സ് അഗെയിൻ 0 ആണ്, കോൺസ്റ്റൻസ് ആണ്. പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു ചെയിൻ റൂൾ ഓഫ് അപ്ലൈ ചെയ്യണം. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് വൈ അപ്ലൈ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലെ. അപ്പൊ 1 ആണ് വരും. മൈനസ് അഗെയിൻ ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ. ഇവിടെ ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് എന്താ 0. അപ്പൊ ആ ലാസ്റ്റ് ടേം കൂടി 0. സോ ഫൈനലി എന്താ കിട്ടുക കെ കമ്പോണന്റ് മാത്രം കിട്ടുന്നത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഇൻറ്റു കെ ആണ് ആൻസർ കിട്ടുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് അല്ലെ. ഇനി അതില് ഈ ഫസ്റ്റ് അതായത് എഫ് എന്ന് പറയുന്നത് എഫ് ജി എച്ച് സെപ്പറേറ്റ് കമ്പോണൻസ് ആണ്. അപ്പൊ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ആ കൺസേൺ കമ്പോണന്റ് എഫ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലുണ്ടോ നമ്മുടെ വെക്റ്റർ ഫീൽഡ് എഫ് കിട്ടിയ എഫിലുണ്ടോ ഇല്ല. നമുക്ക് ഡെൽ ക്രോസ് എഫിലുണ്ടോ ഇല്ല. എഗെയിൻ ജി എന്ന് പറയുന്ന കമ്പോണന്റ് ഡെൽ ക്രോസ് എഫിലുണ്ടോ അതുമില്ല, അതും 0 ആണ് അല്ലെ. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ഡോ ബൈ ഡോ സെഡ് ഓഫ് നമുക്കിപ്പോ കിട്ടിയ ടേം കെയുടെ ടേം മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ജെ കമ്പോണൻസ് ഇല്ല 0 ആണ്. അതുകൊണ്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 0. ഈ എഫ് ജി ഞാൻ പറഞ്ഞത് ഡെൽ ക്രോസ് എഫിൽ കിട്ടിയ ഫംഗ്ഷൻ എഫ് ഇല്ലേ വെക്റ്റർ ഫീൽഡ് എഫ്
ഡെൽ ക്രോസ് എഫ് ചെയ്തിട്ട് കിട്ടിയതിൽ എഫ് ചെയ്യണം ഞാൻ പറഞ്ഞേട്ടോ. അപ്പൊ ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 0 പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ കമ്പോണന്റ് മാത്രമുണ്ട്. സോ അത് മാത്രം കൺസിഡർ ചെയ്യുക. കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് എക്സിന്റെ വൈനെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റീവ് കണ്ട എന്തായി 0 ആയി. ഓക്കെ, ആൻസർ എന്താ 0 ആണ്. Next one, confirm that phi is a potential function for vector field f where phi of xy is equal to tan inverse xy and f of xy is equal to function എന്താ തന്നിരിക്കുന്നത് y by 1 plus x square y square I plus x by 1 plus x square y square j. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? കൺഫേം ദാറ്റ് ഫൈ ഇസ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ അത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽ ഫൈ, ഗ്രേഡിയന്റ് ഫൈ കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ഈക്വൽ ടു എഫ് ആണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് കൺഫേം ആയി അല്ലെ. അപ്പൊ ഇവിടെ ഡെൽ ഫൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി ചെയ്ത പോലെ തന്നെ ഗ്രേഡിയന്റ് ഓഫ് ഫൈ കാണാം. അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഇവിടെ ഇപ്പൊ എക്സും വൈയും മാത്രമല്ലോ, ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജി. ഓക്കെ, ഇനി ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. എന്താ ഡോ ഫൈ ബൈ ഡോ എക്സ്? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ എന്താണ്? നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ നമുക്കറിയാം ഡെറിവേറ്റീവ് എന്താ വരിക? 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ 1 by 1 plus x square ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന് പകരം എന്താണ്? എക്സ് വൈ ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന് പകരം എന്ത് വരും? എക്സ് വൈ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് നമുക്ക് ഫസ്റ്റ് ടേം എടുക്കാം. അതായത് y by 1 plus x square y square, സോറി അതല്ല, ടാൻ ഇൻവേഴ്സ് എക്സ് വൈ. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എന്താ? എക്സിനെയും വൈനെ ഡിപെൻഡ് ചെയ്യും. ആദ്യം ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ എന്താ? 1 by 1 plus എക്സ് വൈ ഹോൾ സ്ക്വയർ. ഇനി ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? വൈ. അതാണ് ഇവിടെ ഫസ്റ്റ് ടേം കാണിച്ചിരിക്കുന്നത്. y dot 1 by 1 plus xy whole square. Okay, into I plus next one അതേപോലെ നമുക്ക് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു y ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുമ്പോൾ x by 1 plus xy whole square. സിമിലർലി ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത ഡോ ഫൈ ബൈ ഡോ എക്സ് പോലെ തന്നെ ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്യാം. അപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ എന്താ? 1 by 1 plus xy whole square ഇൻറ്റു ചെയിൻ റൂൾ എന്തായിരിക്കും? എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, അത് x ആണ്. ഓക്കെ, ഇനി ഡോട്ട് ജെ. അപ്പൊ y by 1 plus x square y square I plus x by 1 plus x square y square j കിട്ടി. ഇതെന്താ? നമുക്ക് തന്നിരിക്കുന്ന എഫ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് എന്താ? ഹെൻസ് ദ റിസൾട്ട് ഇസ് പ്രൂവ്ഡ്. അതായത് ഫൈ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ്, ലൈൻ ഇന്റഗ്രൽ. എന്താണ് ലൈൻ ഇന്റഗ്രൽ? എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ബി എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ കർവ് സി. ഡിവൈഡ് സി ഇൻറ്റു n സ്മോൾ സെക്ഷൻസ് അറ്റ് P0, P1, P2, etc. Pn. ഈ ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ കർവ് സി. ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ കൺസിഡർ ചെയ്യുന്ന കർവ് സി എന്ന് പറയുന്നതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഡിവൈഡ് സി. ഈ സിനെ കുറെ പോർഷൻ സ്മോൾ സ്മോൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. P0, P1, etc. Pn. Let delta Si be the length of the arc between delta Si. ചെറിയൊരു ഏറ്റവും ഒരുപാട് സ്മോൾ ആയിട്ടുള്ള ഒരു ലെങ്ത്, ആർക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡെൽറ്റ എസ് ഐ വിച്ച് ഇസ് ദി ആർക്ക് ലെങ്ത് ബിറ്റ്വീൻ PI minus 1 and PI. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡെൽറ്റ എസ് ഐ എന്താണെന്ന്. അതായത് PI minus 1 PI അതിന്റെ ഇടയിലുള്ള ആ ഒരു ആർക്ക് ലെങ്ത് ആണ് എന്ത്? ഡെൽറ്റ എസ് ഐ. ഓക്കെ, then the line integral of f of xy along the curve C is defined by integral over C f of xy ds is equal to limit n tends to infinity sigma I equal to 1 to n f of xy delta Si, where delta Si tends to 0. അതായത് ഇൻഫിനിറ്റെസിമലി സ്മോൾ ആയിട്ടുള്ള ആർക്ക് ലെങ്ത് ആണ്. അതുകൊണ്ടാണ് ഡെൽറ്റ I tends to 0 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലൈൻ ഇന്റഗ്രൽ, ഒരു ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ അലോങ് സർഫസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ I equal to 1 to n. ഇവിടെ ഇപ്പൊ നമ്മൾ സ്മോൾ സെഗ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഈ കർവിന് അല്ലെ. I equal to 1 to n f of xy into delta Si, where delta Si tends to 0. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇവിടെ കർവ് കൺസിഡർ ചെയ്യുക. ഈ കർവിനെല്ലാം നമുക്ക് ലൈൻ ഇന്റഗ്രൽ ഒരു ഫംഗ്ഷന്റെ കാണണമെങ്കിൽ ആണ് ഈ റിപ്രസെന്റേഷൻ പറഞ്ഞു തന്നത്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഈ കർവ്. ഓക്കെ, ഇനി ഈ സി എന്ന് പറയുന്ന കർവിനെ നമ്മൾ പല സെഗ്മെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. P0, P1, etc. up to Pn and PI minus 1 and PI തമ്മിലൊരു ആർക്ക് ലെങ്ത് ഏത് വേണമെങ്കിലും എടുക്കാം. ജസ്റ്റ് ഇവിടെ ഈ ചെറിയൊരു ആർക്ക് ലെങ്ത് നമ്മൾ ഡെൽറ്റ എസ് ഐ ആയിട്ട് അസ്യൂം ചെയ്യുക.
അത് ടെൻസ് ടു 0 ആണ് ലിമിറ്റ്. ഓക്കെ, അത്രയും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ. അതായത് സിഗ്മ എന്ന് പറയുന്നത് സമ്മേഷൻ ആണ് അല്ലെ. എൻ ഐ എന്ന് പറയുന്ന വാല്യൂ 1 മുതൽ എൻ വരെ, അതായത് എല്ലാം സെഗ്മെന്റ്സും. ഓക്കെ, പി നോട്ട്, പി വൺ, പി ടു എക്സെട്ര അപ് ടു പി എൻ വരെ. എഫ് ഓഫ് എക്സ് വൈ ടു ഡെൽറ്റ എസ് ഐ. ആ ഡെൽറ്റ എസ് ഐ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്, അത്രയും സ്മോൾ ആണ്. ഇനി നമ്മൾ ലൈൻ, അതാണ് നമ്മൾ ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും എന്താണ് ലൈൻ ഇന്റഗ്രൽ, എങ്ങനെയാണ് ഒരു കർവ് എല്ലാം കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞത് ഡെഫിനേഷൻ. ഇനി എങ്ങനെയാണ് ശരിക്കും ഫോർമുല വൈസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ലെറ്റ് സി ബി ദ കർവ്. ഓക്കെ, അപ്പൊ ആ സി എന്ന് പറയുന്ന കർവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ടിയുടെ ലിമിറ്റ്സ് എന്താണ്? എ ടു ബി. ആൻഡ് കർവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ടി. ഓക്കെ, ആ പാരാമെട്രിക് കർവ് സി എന്ന് പറയുന്നത് നമ്മൾ ഇൻ ടേംസ് ഓഫ് ആർ ഓഫ് ടി റെപ്രസെന്റ് ചെയ്യാണ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി ഈക്വൽ ടു എ ടു ബി. ഇൻ ടേംസ് ഓഫ് ടി ആണ് പറയുന്നത്. ഇനി ഇന്റഗ്രൽ ടി ഇസ് ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു നോൺ വാല്യൂ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഈ ആർ ഡാഷ് ഓഫ് ടി എന്താ? ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താ? ഡി ആർ ബൈ ഡി ടി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻ ടേംസ് ഓഫ് കർവിന്റെ ഇന്റഗ്രൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടിക്ക് ആക്കിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എങ്ങനെ വരണം നോക്കാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 1 plus x y square ds, where a സിയുടെ നമ്മൾ എന്താണ് റെപ്രസെന്റേഷൻ നോക്കുക. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഐ പ്ലസ് 2dj ആൻഡ് ടിയുടെ ലിമിറ്റ്സ് എന്താ തന്നിരിക്കുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതായത് 0 to 1. അപ്പൊ ഇവിടെ നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചൂടെ? ആർ ഡാഷ് ഓഫ് ടി എന്താ? ഡെറിവേറ്റീവ് കാണും വിത്ത് റെസ്പെക്ട് ടു ടി. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്താ? ഓക്കെ, 1, അതായത് 1i പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 2t എന്താ? 2j. അപ്പൊ i പ്ലസ് 2j കിട്ടി. ഇനി നോം വാല്യൂ എടുക്കുക. ഇത് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഈ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? ഐയുടെ 1ഉം ആൻഡ് ജെയുടെ 2 ആണ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് 5. ഓക്കെ, ഇനി therefore ഫൈനൽ, അതായത് ഇന്റഗ്രൽ ഓവർ സി ലൈൻ ഇന്റഗ്രൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇന്റഗ്രൽ ഓവർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ടി എഴുതുക. അതായത് ഇന്റഗ്രൽ ടി ഈക്വൽ ടു ലിമിറ്റ്സ് എന്താ? 0 to 1 പ്ലസ്, ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ എക്സ് ആൻഡ് വൈ ടേംസിലല്ല എഴുതുക. എക്സ് വൈ ഡി എസ് ടേംസ് എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് ടി എഴുതണം. അത് മറക്കരുത്. എക്സ് എന്താണ്? നമുക്കറിയാം ഇവിടെ ടി ആണ് അല്ലെ. വൈ എന്ന് പറയുന്നത് 2t ആണ്. നമുക്ക് തന്നിട്ടുണ്ടല്ലോ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് 2tj അല്ലെ. അതായത് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. അപ്പൊ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടിയും വൈ ഓഫ് ടി എന്ന് പറയുന്നത് 2t ആണ്. ഓക്കെ, ആൻഡ് അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ടി, വൈ എന്ന് പറയുന്നത് 2t, വൈ സ്ക്വയർ ആയതുകൊണ്ട് 2t ഹോൾ സ്ക്വയർ. ഇനി ഇത് ഹോൾ ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഈ നോം വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, റൂട്ട് 5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി 1 പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്താ കിട്ടുക? 4t³ ഇൻറ്റു റൂട്ട് 5 ഡി ടി. ഈ റൂട്ട് 5 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ വരിക? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇന്റഗ്രൽ ഓഫ് 1 എന്താ? ടി ആണ്. ആൻഡ് ഇന്റഗ്രൽ ഓഫ് t³ എന്താ? ടി റേസ് ടു 4/4. അപ്പോ ഈ മുകളിലത്തെ കോഎഫിഷ്യന്റ് 4ഉം താഴെ വരുന്ന 4ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ ടി റേസ് ടു 4 മാത്രമേ ഉണ്ടാവുള്ളൂ സെക്കൻഡ് ടേം. അപ്പൊ ടി പ്ലസ് ടി റേസ് ടു 4 വിത്തിൻ ദ ലിമിറ്റ്സ് എന്താ? 0 to 1. ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലിമിറ്റ്, അപ്പർ ലിമിറ്റ് എന്താ? 1 പ്ലസ് 1 എന്താ വരിക? 2 ആൻഡ് മൈനസ് 0 അല്ലെ. ലോവർ ലിമിറ്റ് 0 എന്താണ്? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ 2 റൂട്ട് 5 ആണ് ആൻസർ കിട്ടും. Next one, evaluate integral over c xy plus z³ ds where c such that x of t is equal to cos t, y of t equal to sin t, z of t equal to t and the limit 0 less than or equal to t less than or equal to pi. അപ്പോൾ നമുക്ക് x of t, y of t, z of t മൂന്ന് കമ്പോണൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ലിമിറ്റ് ഇസ് 0 to pi. അപ്പൊ ഇവിടെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടി. നമുക്ക് എങ്ങനെ ആർ ഓഫ് ടി എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജി പ്ലസ് സെഡ് ഓഫ് ടി കെ. അത് നമുക്കറിയാലോ. അപ്പൊ അത് ആദ്യം റെപ്രസെന്റ് ചെയ്യാം. ആർ ഓഫ് ടി എന്താന്ന് എഴുതാം.
എന്നിട്ട് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം ആസ് യൂഷ്വൽ. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ഇപ്പൊ കോസ് ടിയുടെ എന്താ മൈനസ് സൈൻ ടി ഐ പ്ലസ് സൈൻ ടിയുടെ കോസ് ടി ആണ് കോസ് ടി ജെ പ്ലസ് ടിയുടെ എന്താണ് ഡെറിവേറ്റീവ് 1 അപ്പൊ കെ ക്യാൻ. ലാസ്റ്റ് വൺ നോം ഓഫ് ആർ ഡാഷ് ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് ഈ എല്ലാ കോഎഫിഷ്യൻസിന്റെ സ്ക്വയർസ് ആഡ് ചെയ്യാം. മൈനസ് സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ മൈനസ് സൈൻ ടി ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ ടി ആണ്. ഇത് കോസ് സ്ക്വയർ ടി. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി നമുക്കറിയാം 1 ആണ്. 1 പ്ലസ് 1 എന്താ 2. അപ്പൊ റൂട്ട് 2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഫൈനൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് സെഡ് ക്യൂബ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ് അല്ലെ എഫ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് സെഡ് ക്യൂബ് ഹോൾ ഡി എഫ് ഇസ് ഈക്വൽ ടു ഇനി ടിയുടെ ടേംസിലെല്ലാം ആക്കുക. ഇന്റഗ്രൽ ടി ഈക്വൽ ടു 0 ടു പൈ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ ഇവിടെ എക്സ്, അതായത് എക്സ് വൈ പ്ലസ് സെഡ് ക്യൂബ് ആണ് അല്ലെ. എക്സ് ഇൻറ്റു വൈ, എക്സ് എന്ന് പറയുന്നത് എന്താ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി എന്താ കോസ് ടി. ഇനി വൈ ഓഫ് ടി എന്താ സൈൻ ടി. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് കോസ് ടി ഇൻറ്റു സൈൻ ടി. ഇനി പ്ലസ് ഇനി സെഡ് ക്യൂബ് എന്ന് പറയുന്നത് സെഡ് എന്താ ടി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സെഡ് ക്യൂബ് പറഞ്ഞാൽ ടി ക്യൂബ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു റൂട്ട് 2 ഇൻറ്റു ഡി ടി. ക്ലിയർ ആയല്ലോ. ഇനി റൂട്ട് 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ 0 ടു പൈ ഈ കോസ് ടി സൈൻ ടി, കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ സൈൻ 2 തീറ്റ ബൈ 2 ആണ് അല്ലെ. അപ്പൊ സൈൻ 2 ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് ടി ക്യൂ. ഓക്കെ, ഇൻറ്റു ഡി ടി. ഇനി ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പൊ റൂട്ട് 2 ഇൻറ്റു സൈൻ 2 ടിയുടെ എന്താണ് ഇന്റഗ്രൽ എന്താ വരിക മൈനസ് കോസ് 2 ടി ബൈ 2 ആണ്. അപ്പൊ ഓൾറെഡി നേരത്തെ ഒരു 2 താഴെ ഉണ്ടായിരുന്നു, ഒരു 2 കൂടി താഴെ വരുമ്പോൾ 4 ആയി. അപ്പൊ മൈനസ് കോസ് 2 ടി ബൈ 4 പ്ലസ് ടി റേസ് ടു 3 എന്താ ടി റേസ് ടു 4 ബൈ 4 വിത്ത് ദ ലിമിറ്റ് 0 ടു പൈ. ഇനി ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് മുകളിലത്തെ ലിമിറ്റ് പൈ, അപ്പർ ലിമിറ്റ് പൈ അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 2 പൈ കോസ് എൻ പൈ എന്താ മൈനസ് 1 റേസ് ടു എന്താ വരിക മൈനസ് 1 റേസ് ടു എന്നാണ് കോസ് എൻ പൈ. അപ്പൊ ഇവിടെ കോസ് 2 പൈ എന്താ വരിക മൈനസ് 1 റേസ് ടു 2 അതായത് 1. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ട്, അപ്പൊ മൈനസ് 1 ബൈ 4 പ്ലസ് അഗെയിൻ എന്താ വരിക പൈ റേസ് ടു 4 ബൈ 4. ഓക്കെ, മൈനസ് ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0, അതായത് കോസ് 0 എന്താ 1 ബൈ കോസ് 0 1 ആണ്. അപ്പൊ അഗെയിൻ ഇവിടെ മൈനസ് ഓഫ് മൈനസ് 1 ബൈ 4 ആണ് വരിക. അപ്പൊ പ്ലസ് 1 ബൈ 4 വന്നു. ദെൻ ഇത് 0 ആണ്, സെക്കൻഡ് ടേം 0 ആണ്. ഞാൻ ഇവിടെ ആ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അതായത് അപ്പർ ലിമിറ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ടേം ലോവർ ലിമിറ്റിൽ ഈ ടേം കൂടി ക്യാൻസൽ ആകും. ആകെ കൂടി പൈ റേസ് ടു 4 ബൈ 4 മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇവിടെ മൈനസ് 1 ബൈ 4ഉം സെക്കൻഡ് ടേമില് ഫസ്റ്റ് ടേം 1 ബൈ 4ഉം വരും. അപ്പൊ മൈനസ് 1 ബൈ 4 1 ബൈ 4 ക്യാൻസൽ ആയിട്ടു. ഇനി അപ്പർ ലിമിറ്റില് ഈ സെക്കൻഡ് ടേമില്ലേ ടി റേസ് ടു 4 ബൈ 4 അതായത് പൈ റേസ് ടു 4 ബൈ 4 അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പൊ 2 ഇൻറ്റു പൈ റേസ് ടു 4 ബൈ 4 അതാണ് ആൻസർ കിട്ടുക. Suppose that a semicircular wire has the equation y is equal to root of 25 minus x square. Okay, equation ശ്രദ്ധിക്കുക. y is equal to root of 25 minus x square. Semicircular wire ന്റെ equation ആണ് തന്നിരിക്കുന്നത്. And that its mass density is delta of xy is equal to 15 minus y. Find the mass of the wire. അപ്പോൾ mass density തന്നിട്ടുണ്ട്, mass of the wire നമുക്ക് കണ്ടുപിടിക്കണം. ഈ mass of the wire from mass density എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ. ഇപ്പൊ ഇന്റഗ്രൽ ഓവർ സി, അതായത് മാസ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മാസ് ഡെൻസിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി തന്നിരിക്കുന്നത് എന്താ സെമി സർക്കുലർ വയർ ആണ് അല്ലെ, സെമി സർക്കുലർ റീജിയൻ ആണ്. ഇന്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഓഫ് എക്സ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി ഈ ഡെൽറ്റ എന്താ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 15 മൈനസ് വൈ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 15 മൈനസ് വൈ ഇൻറ്റു ഡി എസ് ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. where c എന്ന് പറയുന്ന കർവ് എന്താണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് y is equal to root of 25 minus x square അല്ലെ. അപ്പൊ ഇവിടെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്താ പറയുക y square equal to 25 minus x square. ഇനി റീഅറേഞ്ച് ചെയ്ത് എന്താ കിട്ടുക എക്സ് സ്ക്വയറിനെ LHSലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 കിട്ടിയില്ലേ. ഇനി ഇത് ജസ്റ്റ് നമുക്കൊരു സർക്കിളിന്റെ നമ്മൾ നോർമൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലെ. അപ്പൊ അതിന്റെ കമ്പോണൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് പറയുന്നത്
ഫൈ സ്ക്വയർ ആണ്. അപ്പൊ ആർ ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് 5 കോസ് ടി ആൻഡ് y ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണ്. അതായത് y ഈക്വൽ ടു 5 സൈൻ ടി. ഓക്കെ, ഇവിടെ 5 ഉണ്ട് കേട്ടോ. y ഈക്വൽ ടു 5 സൈൻ ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മിനിറ്റ്, ഇനി ഇതില് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്തിട്ട് എഴുതട്ടെ. ഇനി ഇതില് അപ്പൊ നമുക്ക് എക്സ് ഇക്വൽ ടു 5 കോസ്റ്റ് കിട്ടി, y ഇക്വൽ ടു 5 സൈൻ ടി കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ അതാണ് പാരാമീറ്റേഴ്സ് വരും. അപ്പൊ ഇനി നമുക്ക് ആർ ഓഫ് ടി നമുക്ക് കിട്ടിയല്ലോ. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു 5 കോസ് ടി ഐ പ്ലസ് 5 സൈൻ ടി ജെ. ഓക്കെ, അപ്പൊ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചൂടെ. മൈനസ് 5 കോസ് ടി ഐ പ്ലസ് 5 കോസ് ടി ജെ. ജസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ഓരോ ടേംസിന്റെ. ഇനി നോം ആർ ഡാഷ് ഓഫ് ടി എന്താ വരിക, സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ കമ്പോണൻസിന്റെ സ്ക്വയർസ് ആഡ് ചെയ്യാം. മൈനസ് 5 സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് 5 കോസ് ടി ഹോൾ സ്ക്വയർ. ഇതെന്താ, സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 ആണ് നമുക്ക്, കാരണം രണ്ടിലും 5 സ്ക്വയർ ഉണ്ട്. അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ തന്നെ 5 സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്താ വരിക, സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി, അത് 1 ആണ്. അപ്പൊ ഇനി റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്താ, 5. ഓക്കെ, ഇനി മാസ് ഇപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. മാസ് ഉണ്ട് ഇന്റഗ്രൽ ഓഫ് സി 15 മൈനസ് വൈ ഡി എസ്. അതായത് ഇനി ഇൻ ടേംസ് ഓഫ് ടി ആക്കുക. അതായത് ഇന്റഗ്രൽ 0 ടു പൈ, ടിയുടെ ലിമിറ്റ്സ് 0 ടു പൈ ആണ്. കാരണം എന്താ, സെമി സർക്കുലർ വയർ അല്ലേ. അപ്പൊ 0 ടു പൈ ആണ് ലിമിറ്റ് വരിക, ഹാഫ് അല്ലേ. അപ്പൊ 0 ടു പൈ ആണ് ഫുൾ ലിമിറ്റ് വരിക. ഇനി 0 ടു പൈ 15 മൈനസ് y എന്ന് പറയുന്നത് എന്താ, 5 സൈൻ ടി ആണ്. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു നോം വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നോം ആർ ഡാഷ് ഓഫ് ടി എന്താ, 5. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ 25, അതായത് ഈ 15ഉം 5ലും കോമൺ ആയിട്ടുള്ള ടേം എന്താ, 5 ആണ്. അപ്പൊ അതും പുറത്തേക്ക് എടുത്തു. ഇനി ഓൾറെഡി ഒരു 5 പുറത്തുണ്ടല്ലോ, 5 ഇൻറ്റു 5 25. ഇനി ഇന്റഗ്രലിന്റെ ഉള്ളിൽ 0 ടു പൈ 5 ആദ്യത്തെ ടേം പുറത്തു പോയ 3 മൈനസ് 5 സൈൻ ടിയിലെ 5 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ 3 മൈനസ് സൈൻ ടി ഡി ടി. ഓക്കെ, ഇനി ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് 3 വിത്ത് റെസ്പെക്ട് ടു ടി എന്താ, 3t. ഇനി സൈൻ ടിയുടെ ഇന്റഗ്രൽ എന്താ, മൈനസ് കോസ് ടി അല്ല. അപ്പൊ ഓൾറെഡി മൈനസ് ഉണ്ട്. മൈനസ് മൈനസ് പ്ലസ് ഐ പ്ലസ് കോസ് ടി വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു പൈ. അപ്പൊ 25 ഇൻറ്റു 3 പൈ, നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് പൈ അപ്ലൈ ചെയ്യുക. അപ്പൊ 3 പൈ പ്ലസ് ഈ കോസ് പൈ എന്താ വരിക, കോസ് പൈ എന്ന് പറയുന്നത് മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ 3t മൈനസ് 1 ഫസ്റ്റ് ടേം വരും, അതായത് അപ്പർ ലിമിറ്റ്. ഇനി മൈനസ് ലോവർ ലിമിറ്റ് എന്താ വരിക, 0 അപ്ലൈ ചെയ്താൽ 3t ക്യാൻസൽ ആയിപ്പോവും. കോസ് 0 എന്താ, 1 ആണ്. അപ്പൊ 3 പൈ മൈനസ് 1 മൈനസ് 1 വരും, അതെന്താ 3 പൈ മൈനസ് 2. ഓക്കെ, അപ്പൊ അത് 25 എന്ന് പറയുന്ന വാല്യൂ വിളിക്ക് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യും ഓരോ ടേം. 75 പൈ മൈനസ് 50. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഹിയർ വി റീപ്ലേസ് ഡി എസ് ബൈ ഡി എക്സ് ഓർ ഡി വൈ. ഓക്കെ, അലോങ് എ സർഫസ് എസ് എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന വേരിയബിൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ റീപ്ലേസ് ചെയ്യുക, ഡി എസിനെ നമ്മൾ ഡി എക്സ് അല്ലെങ്കിൽ ഡി വൈയുടെ ടേംസ് റീപ്ലേസ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പൊ ലെറ്റ് സി ബി ദ കർവ്. അതായത് സീനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ, വേർ ടി എന്ന് പറയുന്ന ലിമിറ്റ്സ് എന്താ, എ ടു ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇത് ഒന്നെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ എങ്ങനെ പറയാം, സെയിം ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അപ്പൊ അവിടെ ടി വൈ ആയിരിക്കും ടേം. എക്സിന്റെ ടേംസ് ആണെങ്കിൽ ഡി എക്സും വൈയുടെ ടേംസിലാണെങ്കിൽ ഡി വൈ. ക്ലിയർ ആയോ. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് പ്ലസ് വൈ ഡി എക്സ് വേർ സി ഇസ് ദ കർവ് x equal to 2t, y equal to 3t square, 0 less than equal to t less than equal to 1. ഇപ്പൊ ടിയുടെ ലിമിറ്റ് 0 to 1 ആണ്.
ആൻഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഓഫ് സി എക്സ് പ്ലസ് വൈ ഡി എക്സ് ആണ്. സി എങ്ങനെയാണ് തന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 2t, അതായത് എക്സ് ആൻഡ് വൈ ഇൻ ടേംസ് ഓഫ് ടി തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 2t ആൻഡ് വൈ ഈക്വൽ ടു 3t സ്ക്വയർ. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് സി എക്സ് പ്ലസ് വൈ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 2t plus 3t square into 2dt. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി 2t ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ, എക്സ് ആൻഡ് വൈ ആൻഡ് ഡി എക്സ് ഇൻ ടേംസ് ഓഫ് ടി. നമ്മളെല്ലാം റീപ്ലേസ് ചെയ്യാണ് ഇൻ ടേംസ് ഓഫ് ടി. അപ്പൊ എക്സ് ഈക്വൽ ടു 2t തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു 3t സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ ഈ 2dt കിട്ടുക? എക്സ് ഈക്വൽ ടു 2t ആണെങ്കിൽ നമുക്കറിയാം ഡി എക്സ് എന്തായിരിക്കും? 2 into dt അല്ലെ, ഡെറിവേറ്റീവ് എല്ലായിടത്തും LHS RHS അപ്ലൈ ചെയ്താൽ x equal to 2t ആണെങ്കിൽ dx എന്നത് 2 into dt ആയിരിക്കും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 2t എന്താ വരിക? 2 into t square by 2. 2 ക്യാൻസൽ ആയി t square വരും. ആൻഡ് സെക്കൻഡ് ടേം എന്താ? 3t square എന്ന് പറയുന്നത് 3 into t cube by 3. 3 ക്യാൻസൽ ആയി t cube വരും. അപ്പൊ t square plus t cube ആണ് വരിക ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്കറിയാം ലോവർ ലിമിറ്റ് ഒന്നും ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പൊ ലിമിറ്റ് എന്താ? 1 plus 1 2 ആണ്. ഓൾറെഡി ഒരു 2 പുറത്തുണ്ട്. 2 into 2 എന്താ? 4. ഇനി ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 3xy dy where c is the line segment joining 0 0 and 1 2 in the given direction. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സി എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ആണ് തന്നിട്ടുണ്ട്. ജോയിനിങ് 0 0 ആൻഡ് 1 2 ഇൻ ദ ഗിവൺ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഗ്രാഫ് ശ്രദ്ധിക്കാം. 0 0 നിന്ന് 1 2 വരെയുള്ള ആ ലൈൻ സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ അവിടെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഓഫ് സി 3xy dy ആണ് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഓഫ് സി, നമുക്ക് സിയുടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ സിയുടെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എക്സ് വൺ ബൈ x2 minus x1 is equal to y minus y1 by y2 minus y1 അല്ലെ. അപ്പൊ x1 y1 എന്ന് പറയുന്നത് നമുക്കറിയാം. x1 y1 എന്താ? ഇവിടെ x1 0 y1 0. അതേപോലെ x2 1 ആണ് ആൻഡ് y2 2 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ x minus x1 by x minus x1 by x2 minus x1 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കറസ്പോണ്ടിങ് ടേംസ്. ഓക്കെ, അപ്പൊ x minus x1 by x2 minus x1 is equal to same y minus y1 by y2 minus y1. ഓക്കെ, അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ again നമുക്കറിയാം x1 എന്ന് പറയുന്നത് 0, y1 0, x2 1 y2 2. അപ്പോഴാണ് നമുക്ക് x minus 0 by 1 minus 0 is equal to y minus 0 by 2 minus 0. അതായത് y equal to എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്യുക LHS and RHS. y equal to 2x നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഫൈനലി ഇന്റഗ്രൽ ഓവർ സി 3xy dy എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിപ്പോ നമുക്ക് തന്നിരിക്കുന്നത് dy ആണ്. അപ്പൊ നമുക്ക് ഇൻ ടേംസ് ഓഫ് dx കൺവേർട്ട് ചെയ്യാം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താ വരിക? 0 to 1 അല്ലെ. എക്സ് ഈ ലൈൻ സെഗ്മെന്റിൽ എങ്ങനെ വേരി ചെയ്യുന്നത്? x1 to x2 എങ്ങനെയാ? 0 മുതൽ 1 വരെ. അപ്പൊ ഇന്റഗ്രൽ ലിമിറ്റ്സ് x equal to 0 to 1. ഇനി 3xy dy ക്ക് പകരം y ക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3x into 2x. ഇനി dy അപ്പൊ എന്താവും? y equal to 2x ആണെങ്കിൽ dy എന്ന് പറയുന്നത് എന്താണ്? 2dx ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ dy equal to 2dx. അപ്പൊ എല്ലാം ഇൻ ടേംസ് ഓഫ് x ആയി. നമുക്ക് ലിമിറ്റ്സും കിട്ടി, എക്സിന്റെ ലിമിറ്റ്സ്. അപ്പൊ ഇന്റർവ്യൂ 0 to 1. ഇവിടെ 3 into 2 into 2 എന്താ? 12 into x square dx ആണ്. x squareന്റെ എന്താ വരിക? ഇന്റഗ്രൽ x cube by 3. അപ്പോ ഇവിടെ ഒരു 3 ക്യാൻസൽ ആയ ബാക്കി 4 വരും. 4 into x cube within the limit 0 to 1. ആൻഡ് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മാത്രം വരും. എക്സ് ക്യൂബിന് 1 കൊടുത്താൽ 1 തന്നെ കിട്ടും. 4 ആണ് ആൻസർ വരിക. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 2xy dx plus x square plus y square dy along c given by x equal to cos t, y equal to sin t, where limits എന്താ? 0 to pi by 2. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അഗെയിൻ ജസ്റ്റ് ഒന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇന്റഗ്രൽ ഓഫ് സി 2xy dx plus x square plus y square dy. ഇനി ഇതിന് നമുക്ക് ലിമിറ്റ്സ് ഇൻ ടേംസ് ഓഫ് ലിമിറ്റ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാ? ഇന്റഗ്രൽ 0 to pi by 2 ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ടിയുടെ ലിമിറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഓരോ ടേംസും എക്സും വൈയും നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം x equal to cos t. ഇപ്പൊ x എവിടെയൊക്കെയുണ്ട്? അവിടെ cos t അപ്ലൈ ചെയ്യുക. y എവിടെയൊക്കെയുണ്ട്? അവിടെ sin t അപ്ലൈ ചെയ്യുക. ഇനി വേറൊരു കാര്യം, x equal to cos t ആണെങ്കിൽ dx എന്താവും?
എക്സ് കോസ്റ്റ് ടി ആണെങ്കിൽ ഡി എക്സ് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് കോസ്റ്റ് ടി എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് കോസ്റ്റ് ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ്. ഇനി അത് മാത്രമല്ല ഡി ടിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ഡി ടി. ഇനി ഡി വൈ എന്താ വരിക? വൈ ഈക്വൽ ടു സൈൻ ടി ആണ്. അപ്പൊ ഡി വൈ എന്ത് വരും? കോസ് ടി ഡി ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 0 to pi by 2 2 into എക്സ് പറഞ്ഞത് കോസ് ടി ആണ്, വൈ പറഞ്ഞത് സൈൻ ടി ആണ്. ഇനി ഡി എക്സ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു മൈനസ് സൈൻ ടി ഡി ടി. അഗെയിൻ സെക്കൻഡ് ടേം എന്താ വരിക? പ്ലസ് ഇന്റഗ്രൽ 0 to pi by 2 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പറഞ്ഞത് കോസ് സ്ക്വയർ ടി പ്ലസ് വൈ സ്ക്വയർ പറഞ്ഞത് സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി വൈ എന്താ വരിക? കോസ് ടി ഡി ടി ഇസ് ഈക്വൽ ടു, ഇനി ഇത് ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ സൈൻ ടി രണ്ടെണ്ണം വരുന്നുണ്ട്, അപ്പൊ സൈൻ സ്ക്വയർ ടി വരും, മൈനസ് ഉണ്ട്, -2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ 0 to pi by 2 കോസ് ടി സൈൻ സ്ക്വയർ ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ 0 to pi by 2 കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആകെ കോസ് ടി മാത്രമേ വരുള്ളൂ, കോസ് ടി ഡി ടി. ഇനി ഇവിടെ ഇത് നമുക്ക് എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. സൈൻ സ്ക്വയർ ടി വന്നത് കൊണ്ട് നമ്മൾ സൈൻ ടീനെ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ -2 ഇന്റഗ്രൽ 0 to 1, അപ്പൊ സൈൻ സ്ക്വയർ ടി യു കൊടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡി യു എന്തായിരിക്കും? അതായത് യു ഈക്വൽ ടു സൈൻ ടി ആണെങ്കിൽ ഡി യു എന്തായിരിക്കും? കോസ് ടി ഡി ടി അല്ലെ? അപ്പൊ നമുക്ക് കോസ് ടി ഡി ടിനെ ഡി യു ആയിട്ട് റീപ്ലേസ് ചെയ്തൂടെ? ഒന്നുകൂടി പറയാം, യു ഈക്വൽ ടു സൈൻ ടി ആണ് അല്ലെ? അപ്പൊ ഡി യു എന്താ? കോസ് ടി ഡി ടി. അപ്പൊ ഈ സൈൻ സ്ക്വയറിന് പകരം ഇനി നമുക്ക് എന്ത് എഴുതാം? യു സ്ക്വയർ എഴുതാം. കോസ് ടി ഡി ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി യു എഴുതാം. ക്ലിയർ ആയല്ലോ? പ്ലസ് ഇന്റഗ്രൽ 0 to pi by 2, ഈ കോസ് ടി അങ്ങനെ തന്നെ എഴുതാം, കോസ് ടി ഡി ടി. ഇനി -2 യു സ്ക്വയർ ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യൂബ് ബൈ 3 ആണ് ഇന്റഗ്രൽ വരിക, 0 to 1 ലിമിറ്റ്സ്. ആൻഡ് ഇനി ഇവിടെ ഇപ്പോ ഈ ടിയുടെ ലിമിറ്റ് ആയിരുന്നു 0 to pi by 2. ഓക്കെ, അത് ശ്രദ്ധിക്കണം, ഇവിടെ ലിമിറ്റ്സ് ചേഞ്ച് ചെയ്യണം. ടിയുടെ ലിമിറ്റ് 0 to ഇവിടെ ടിയുടെ ലിമിറ്റ് 0 to pi by 2 ആയിരുന്നു. ഇനി നമ്മൾ അതിനെ യുടെ ടേംസിൽ കൺവേർട്ട് ചെയ്യണം. അപ്പൊ യുടെ ലിമിറ്റ്സ് അല്ല വരിക, അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 0 to pi by 2 എന്നുള്ളത് നമ്മൾ സൈൻ ടി അല്ലേ യു ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോ നമ്മൾ എപ്പോഴും സൈൻ 0, അതായത് ടിയുടെ ലിമിറ്റ്സ് എന്തൊക്കെയാ? 0 pi by 2. അപ്പൊ സൈൻ 0ന് യു എന്താ വരിക? 0 ആണ്, അതുകൊണ്ട് ലോവർ ലിമിറ്റ് നമുക്ക് 0 കിട്ടി. ഇനി സൈൻ പൈ ബൈ 2, അതായത് സൈൻ 90 എന്താ? 1 ആണ്, അപ്പോ അപ്പർ ലിമിറ്റ് 1 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്റഗ്രൽ 0 to 1 യു സ്ക്വയർ ഡി. ഇത് മറക്കരുത്, 0 to pi by 2 ചെയ്ത് വെക്കരുത്. ഇനി പ്ലസ് ബാക്കി സെക്കൻഡ് ടേം എല്ലാം സെയിം. ഓക്കെ, ഇനി -2 ഇൻറ്റു യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ യു ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 ആൻഡ് പ്ലസ് കോസ് ടിയുടെ ഇന്റഗ്രൽ എന്താ? നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? സൈൻ ടി ഇൻറ്റു ഇന്റഗ്രൽ വിത്തിൻ ദ ലിമിറ്റ്സ് 0 to pi by 2. അപ്പൊ ഇവിടെ യു ക്യൂബ് ബൈ 3 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് എന്ത് വരും? 1/3 കിട്ടും. അപ്പൊ -2 ഇൻറ്റു 1/3 -2/3 പ്ലസ് സൈൻ 90 എന്താ? 1 മൈനസ് സൈൻ 0 0, അപ്പൊ 1 വരും. ഓക്കെ, -2/3 പ്ലസ് 1 എന്താ വരിക? 1/3. Next question. Evaluate integral over c x square y dx plus x dy where c is the triangular path. ഇവിടെ ഒരു triangular path ആണ് ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, O A B. കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ഓല് 0 0, എയില് 1 0, ബിയില് 1 2. അപ്പോൾ ഈ ട്രയാങ്കുലർ പാത്തിലൂടെ നമുക്ക് ജസ്റ്റ് ആ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ 3 സെക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് എലോങ് O A കണ്ടുപിടിക്കും, എ ബി ആൻഡ് ബി ഒ. ഫൈനലി നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എലോങ് O A അതാണ് ഫസ്റ്റ് സെഗ്മെന്റ്. അപ്പൊ y അവിടെ നമുക്കറിയാം, ഓല് പറയുന്ന O എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും y എന്താണ്? 0 തന്നെയാണ്. അപ്പൊ നമുക്കറിയാം y = 0 ആണെങ്കിൽ dy എന്താ? 0 ആണ്. അപ്പൊ therefore ഇന്റഗ്രൽ along OA എന്ന് പറയുന്നത് എന്താണ്? x square y dx plus x dy. അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ അങ്ങനെയല്ല. അപ്പൊ x square y dx ല് y = 0 കൊടുത്താൽ ആ ടേം 0 ആൻഡ് x dy ല് dy 0 ആണ്. അപ്പൊ ആ ടേം 0. അപ്പൊ നമുക്ക് 0 ആണ് കിട്ടുക. നെക്സ്റ്റ് along AB. along AB നമുക്കറിയാം A ആൻഡ് B ല് x = 1 ആണ് അല്ലെ? A ആൻഡ് B പോയിന്റ്സിൽ x = 1 ആണ്. അപ്പൊ dx എന്താ? 0 ആണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ along AB x square y dx plus x dy എന്തായി? x square y dx ല് dx 0 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം ക്യാൻസൽ ആയി. x dy ല് x എന്താണ്? 1 ആണ്. അപ്പൊ x = 1, dy എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, y യുടെ ലിമിറ്റ്സ് എന്താ? y എന്ന് പറയുന്നത് എങ്ങനെയാ? along AB y എന്ന് പറയുന്നത് 0 to 2 ആണ്. അപ്പൊ ഇന്റഗ്രൽ y = 0 to 2 1 dot dy.
ഇന്റഗ്രൽ dy എന്താ y ആണ്. വിത്തിൻ ദ ലിമിറ്റ് 0 to 2 എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്താ വരിക 2 മൈനസ് 0 അതായത് 2. ഇനി നെക്സ്റ്റ് എലോങ് BO. എലോങ് BO y എന്ന് പറയുന്നത് 2x ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സെഗ്മെന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കില്ലേ. അപ്പോ x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറയുന്നത് ഇപ്പൊ എലോങ് BO അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ x1 y1 1 2 കൊടുക്കുക ആൻഡ് x2 y2 0 0. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് y is equal to 2x. ഓക്കെ, ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെന്ന് മാത്രം. അപ്പൊ y എന്ന് പറയുന്നത് 2x അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോ ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ dy എന്ന് പറയുന്നത് എന്താ 2 into dx ആണ് അല്ലെ. രണ്ട് സ്ഥലത്തും ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ dy കൊണ്ട് 2 dx. ഇനി ഇന്റഗ്രൽ എലോങ് BO നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x square y dx plus x dy. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്കറിയാം ഇവിടെ y equal to 2x ആണ് അല്ലെ. ഫസ്റ്റ് ടേമിൽ y equal to 2x കൊടുക്കുക. അപ്പൊ എല്ലാം ഇൻ ടേംസ് ഓഫ് x ആയില്ലേ, x square into 2x into dx ആയി. പ്ലസ് ഇനി സെക്കൻഡ് ടേമിൽ dy x അങ്ങനെ തന്നെ ഉണ്ട്, dy എന്താ 2 dx ആണ്. അപ്പൊ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2x cube dx plus x into 2 dx ആൻഡ് ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ്സ് കൊടുക്കാം. എക്സ് എന്താ ബിയിൽ നിന്ന് പോയിക്ക് 1 to ഇവിടെ കാണിച്ചിരുന്നത് 1 to 0 ആണ് അല്ലെ. ബി പോയിന്റില് 1 ഉം O പോയിന്റില് 0. അപ്പൊ ഇന്റഗ്രൽ ലിമിറ്റ് എന്താ വരും 1 to 0 2x cube dx plus 2x dx വരും. ഓക്കെ, എന്നിട്ട് സെപ്പറേറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താ വരിക x raised to 4/4. മുകളിൽ ഓൾറെഡി ഒരു 2 ഉണ്ട്, 2 ഉം 4 ഉം ക്യാൻസൽ ചെയ്ത് താഴെ ഒരു 2 വരും. അപ്പൊ x raised to 4/2 അതാണ് ഫസ്റ്റ് ടേം കിട്ടുക. സെക്കൻഡ് എന്താ കിട്ടുക 2x അല്ലേ. അപ്പൊ 2 into x square by 2 2 ക്യാൻസൽ ആയ x square വരും. വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 0. അപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റ് 0 ആണ് വരുന്നത്, ലോവർ ലിമിറ്റ് എന്താ വരുന്നത് 1 ആണ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ് -3/2. ഇനി ഫൈനൽ ഇന്റഗ്രൽ എന്ത് ചെയ്യണം, ഇതിങ്ങനെ എഴുതി വെക്കരുത്, എല്ലാം കൂടി ആഡ് ചെയ്യണം. ഓരോ സെഗ്മെന്റ്സിലെയും കൂടി ഇന്റഗ്രൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് 3 ആണല്ലേ, അത് ആഡ് ചെയ്യുക. ഫസ്റ്റ് വൺ 0, സെക്കൻഡ് വൺ 2 ആൻഡ് ലാസ്റ്റ് വൺ -3/2. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് ശരിക്കും 1/2. ഇനി ലൈൻ ഇന്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എലോങ് എ കർവ് സി. അപ്പൊ ഒരു വെക്റ്റർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ കർവിനെല്ലാം അതാണ് പറയാൻ പോകുന്നത്. ദർ ഇസ് എൻ ആൾട്ടർനേറ്റീവ് നൊട്ടേഷൻ ഫോർ ലൈൻ ഇന്റഗ്രൽസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. നമ്മൾ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈ ഒക്കെ പറഞ്ഞു ഇപ്പൊ ഓൾറെഡി അല്ലെ. പക്ഷെ അതിനൊരു ആൾട്ടർനേറ്റീവ് നൊട്ടേഷൻ ഉണ്ട്, വേറെ രീതിയിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതായത് ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ ആൻഡ് ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ. അങ്ങനെയാണെങ്കിൽ ഡി ആർ എന്താ നമുക്കറിയാം, ആർ എക്സ് ഐ പ്ലസ് വൈ ജെ ആണെങ്കിൽ ഡി ആർ എന്തായിരിക്കും ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. Therefore, integral over c f of xy dx plus g of xy dy, അതായത് നമ്മുടെ എഫിന്റെ ടേംസിലെ കമ്പോണൻസ് എഫും ജിയും is equal to integral over c f of xy I plus g of xy j dot dxi plus dy j. അതായത് നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, ഇന്റഗ്രൽ ഓവർ c f ഡോട്ട് ഡി ആർ. എഫ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈയുടെ ഡിപെൻഡ് ചെയ്യുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഓക്കെ, ലൈൻ ഇന്റഗ്രലിനെ എലോങ് എ കർവ്, ഒരു വെക്റ്റർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, അതായത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടൊന്ന് പ്രോബ്ലം നോക്കാം. അപ്പൊ ഇവാലുവേറ്റ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഐ പ്ലസ് സൈൻ എക്സ് ജെ വേർ സി such that c, അതായത് കർവ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എന്താ തന്നിരിക്കുന്നത് r of t is equal to -π/2 i plus tj. നമ്മുടെ ലിമിറ്റ്സ് എന്താ തന്നിരിക്കുന്നത് 1 to 2. ഓക്കെ, അപ്പൊ x of t എന്താ തന്നിരിക്കുന്നത് r of t is equal to x of t i plus y of tj അല്ലെ. x of t എന്ന് പറയുന്നത് -π/2 ആണ് ആൻഡ് y of t t ആണ് നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ dx എന്താ 0 ആൻഡ് dy എന്ന് പറയുന്നത് dt ആണ് കേട്ടോ. dy എന്ന് പറയുന്നത് സോറി ബൈ മിസ്റ്റേക്ക് ആണ്, dy എന്ന് പറയുന്നത് dt ആണ്. അതായത് ഡെറിവേറ്റീവ് രണ്ട് സൈഡിലും എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡെറിവേറ്റീവ് ആണ്. വൈയും വേരിയബിൾ ആണ്, ടിയും വേരിയബിൾ ആണ്. അപ്പൊ dy എന്നത് dt ആണ്. എക്സ് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് dx നമുക്ക് 0 കിട്ടും. ഇനി ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താണ് ഇന്റഗ്രൽ ഓവർ സി. ഇനി എഫിന്റെ ടേംസ് ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, എഫ് എന്താ തന്നിരിക്കുന്നത് കോസ് എക്സ് ഐ പ്ലസ് സൈൻ എക്സ് ടി. അപ്പൊ അതാദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കോസ് എക്സ് ഐ പ്ലസ് സൈൻ എക്സ് ടി ഡോട്ട് ഡി ആർ നമുക്കറിയാം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഇനി ഇതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ ലിമിറ്റ്സ് മാറും. ടിയുടെ ലിമിറ്റ്സ് എന്താ 1 to 2 തന്നിട്ടുണ്ട്.
ഇനി ടിയുടെ ടേംസിൽ എല്ലാം കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താ, -5/2 ആണ്. അപ്പൊ എക്സ് വരുന്നിടത്ത് -5/2 കൊടുക്കുക. കോസ് എക്സ് എന്താ, കോസ് -5/2. സൈൻ എക്സ് സൈൻ -5/2. ക്ലിയർ ആയല്ലോ. ഇനി ഇൻറ്റു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. നമ്മൾ ഡി എക്സും ഡി വൈ കണ്ടുപിടിച്ചല്ലോ. ഡി എക്സ് എന്ന് പറയുന്നത് 0 നമുക്ക് കിട്ടി, ഡി വൈ എന്ന് പറയുന്നത് ഡി ടി നമുക്ക് കിട്ടി. അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതില് കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം കോസ് തീറ്റ, അതായത് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. ഇനി ഇവിടെ 90 എന്താ വരിക, കോസ് 90 എന്താ, കോസ് 5/2 പറയുമ്പോൾ കോസ് 90 ആണ്. കോസ് 90 0 ആണ്. അപ്പൊ അത് ക്യാൻസൽ ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈൻ 5/2. സൈൻ 90 എന്താ, സൈൻ 91 ആണ്. പക്ഷെ ഇവിടെ സൈൻ ഓഫ് -5/2 ആണ്. അപ്പൊ എന്താ വരിക, -1 വരും. ശ്രദ്ധിക്കുക. അപ്പൊ -1 × j. ഐ കമ്പോണന്റ് ഇല്ല, കോസ് 90 0 ആയതുകൊണ്ട് ഐ കമ്പോണന്റ് ക്യാൻസൽ ആയി. ജെ കമ്പോണന്റ് സൈൻ ഓഫ് മൈനസ് തീറ്റ ആയതുകൊണ്ട് മൈനസ് സൈൻ തീറ്റ വരും. ഇനി മൈനസ് സൈൻ 90 എന്ന് പറയുന്നത് എന്താ, -1 ആണ്. അപ്പൊ -1 ജെ കിട്ടി. ഇനി നെക്സ്റ്റ് ടേമില് സെക്കൻഡ് സെറ്റിൽ എന്താണ്, 0i പ്ലസ് ഡി ടി ജെയില് ഡി ടി ജെ മാത്രം ഉണ്ടാവും. അപ്പൊ രണ്ടും ജെ ടേംസ് ആണ് അല്ലെ, ജെ ഡോട്ട് ജി 1 ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ടി ടു 1 ടു എന്ത് കിട്ടും, -1 ഡോട്ട് ഡി ടി വരും. ഓക്കെ, ജെ ഡോട്ട് ജി 1 ആണ്. അപ്പൊ -1 ഡി ടി വരും. അപ്പൊ അതായത് -1 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. ഇനി ഇന്റഗ്രൽ ഓവർ ഡി ടി എന്താ, ടി ആണ്, വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 2. അപ്പൊ -t അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 കൊടുക്കുക, ലോവർ ലിമിറ്റ് 1 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ, -1. The next problem, evaluate integral over c f dot dr where f of xy is equal to x square i plus xyj and c. The curve is such that r of t is equal to 2 cos t plus 2 sin t j. And t യുടെ ലിമിറ്റ്സ് എന്താ, 0 to pi. നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യം എഫ് എന്താണ്, ഡി ആർ എന്താണ്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ ഐ പ്ലസ് എക്സ് വൈ ജെ. ഡി ആർ എന്താ, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ഇനി ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്ട്ലി എഴുതാം. അതായത് ഐ ഡോട്ട് ഐ ടേംസ് അല്ലേ വരുള്ളൂ, ആൻഡ് ജെ ഡോട്ട് ജെ ടേംസേ വരുള്ളൂ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ആ ഐ ഡോട്ട് ഐ ടേംസ് മാറ്റി, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഐ ഡോട്ട് ഐ ടേംസ് ഒരുമിച്ച് എഴുതി. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വൺ ആൻഡ് എക്സ് വൈ ഡി വൈ വൺ. ക്ലിയർ ആയിട്ടോ. ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെ ടേംസും കൂടിയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ടിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ടിയുടെ ലിമിറ്റ്സ് എന്താ, 0 to pi. ഇനി ഓരോന്ന് ശ്രദ്ധിക്കുക. എക്സ് ഈക്വൽ ടു 2 cos t ആണ്, y ഈക്വൽ ടു 2 sin t ആണ്. ഇനി ഡി എക്സും ഡി വൈയും എന്താ വരിക, എക്സ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇതിൽ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 2 cos t ആണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ, -2 sin t dt. അതേപോലെ y ഓഫ് t 2 sin t ആണ്. അപ്പൊ dy എന്താ വരിക, 2 cos t dt. അപ്പൊ എവിടെയൊക്കെ എക്സും വൈ ഉണ്ട് അവിടെ 2 cos t 2 sin t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dxന് -2 sin t dt, dyക്ക് 2 cos t dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതാണ് ഈ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്രീവിയസ് സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത് ഇന്റഗ്രൽ t ഈക്വൽ ടു 0 to pi എക്സ് സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എഴുതി, 2 cos t ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്താ, -2 sin t dt പ്ലസ് എക്സ് വൈ ഡി വൈ ആണ് തന്നിരിക്കുന്നത്. അതായത് എക്സ് 2 cos t y 2 sin t ഇൻറ്റു ഡി വൈ എന്താ, 2 cos t dt. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇന്റഗ്രൽ 0 to pi, ജസ്റ്റ് എല്ലാം ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേമിൽ തന്നെ കോസ് സ്ക്വയർ ടിയും സൈൻ ടിയും ഉണ്ട് അല്ലെ. 4 cos square t into -2 sin t dt പ്ലസ് സെക്കൻഡ് ടേം എന്താ വരാം, 8 cos square t sin t dt. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. കോമൺ ടേംസ് എല്ലാം നമുക്ക് പവേഴ്സിന്റെ ടേംസിൽ. ഇന്റഗ്രൽ 0 to pi -8 cos square t sin t dt പ്ലസ് 8 cos square t sin t dt. ആ രണ്ട് ടേംസും അല്ല ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽ വാല്യൂ എന്താണ്, 0. ഓക്കെ, താങ്ക് യു.